എല്ലാവർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫാക്റ്റുകളാണ്. അപ്പോൾ എന്തായാലും ആരംഭിക്കാം. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തെയും വിതരണത്തെയും ഉപഭോഗത്തെയും കുറിച്ചുള്ള പഠനം കൈകാര്യം ചെയ്യുന്ന സാമൂഹിക ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. എന്താണ്? ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തെയും വിതരണത്തെയും ഉപഭോഗത്തെയും കുറിച്ചുള്ള പഠനം കൈകാര്യം ചെയ്യുന്ന സാമൂഹിക ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ്, ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഒയ്ക്കോണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഇവിടെ നമ്മൾ ഗ്രഹഭരണം, അതുപോലെ തന്നെ ഒയ്ക്കോണോമിയ, ഗ്രീക്ക് എന്നീ 3 വാക്കുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഒയ്ക്കോണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. നെക്സ്റ്റ് ഫാക്റ്റ്, സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്, പ്ലൂട്ടോളജി എന്നും അഫ്നോളജി എന്നും. അപ്പോൾ സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി അഥവാ പ്ലൂട്ടോളജി. നെക്സ്റ്റ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത്. ഇവിടെ ആധുനിക എന്നൊരു ടൈം നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കി പോവുക. കാരണം ഓരോ വാക്കിനും PSC എക്സാമിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മീനിങ് മാറും, നമ്മൾ റോങ് ആൻസർ ടിക്ക് ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത്. നെക്സ്റ്റ്, സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. ഇവിടെ വ്യക്തമായ അടിത്തറ എന്നൊരു ടൈം നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഫാക്റ്റ്, സാമ്പത്തിക ശാസ്ത്രത്തെ 2 ശാഖകളായി തരംതിരിച്ചിരിക്കുന്നു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അതായത് മൈക്രോ എക്കണോമിക്സ്, അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് എന്ന്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെ 2 ശാഖകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, അതായത് മൈക്രോ എക്കണോമിക്സ്, അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, അതായത് മാക്രോ എക്കണോമിക്സ് എന്ന്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, രാജ്യത്തെ മൊത്തം ഉൽപ്പാദനവും വിഭവ വിനിയോഗവും എങ്ങനെയാണ് വില, പലിശ നിരക്ക്, വേതനം, ലാഭം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് സ്ഥൂല ധനശാസ്ത്രം. അപ്പോൾ രാജ്യത്തെ മൊത്തം ഉൽപ്പാദനവും വിഭവ വിനിയോഗവും എങ്ങനെയാണ് വില, പലിശ നിരക്ക്, വേതനം, ലാഭം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് സ്ഥൂല ധനശാസ്ത്രം. അടുത്തൊരു ഫാക്റ്റ്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാളുടെ വരുമാനം, ചെലവ്, തൊഴിൽ എന്നിങ്ങനെ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഉദാഹരണത്തിന് ഒരാളുടെ വരുമാനം, ചെലവ്, തൊഴിൽ എന്നിങ്ങനെ. അടുത്തൊരു ഫാക്റ്റാണ്, വ്യക്തികളുടെ അഥവാ തീരുമാനം കൈക്കൊള്ളുന്നവരുടെ ചോദനവും, അതായത് ഡിമാൻഡും പ്രധാനവും പഠനവിധേയമാക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. എന്താ പറഞ്ഞത്? വ്യക്തികളുടെ അഥവാ തീരുമാനം കൈക്കൊള്ളുന്നവരുടെ ചോദനവും, അതായത് ഡിമാൻഡും പ്രധാനവും പഠനവിധേയമാക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ആകെയുള്ള പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഉദാഹരണത്തിന് ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം, അതായത് ദേശീയ വരുമാനം, മൊത്തം ചെലവ്, മൊത്തം തൊഴിൽ എന്നിങ്ങനെ. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള, അതായത് ടോട്ടലായിട്ടുള്ള ഒരു പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അതിനുദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം, അതായത് ദേശീയ വരുമാനം, മൊത്ത ചെലവ്, മൊത്തം തൊഴിൽ എന്നിങ്ങനെ. അടുത്തൊരു ഫാക്റ്റാണ്, സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം, അതായത് അഗ്രഗേറ്റ് എക്കണോമിക്സ് എന്നും അറിയപ്പെടുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അതായത് ഒന്നുമില്ല, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം, അതായത് അഗ്രഗേറ്റ് എക്കണോമിക്സ്. അടുത്ത ഫാക്റ്റ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് സഞ്ചിതങ്ങളായ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. മൊത്തം ഡിമാൻഡ്, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചെലവ്, അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ,
മൊത്തം തൊഴിൽ, ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന സഞ്ചിതങ്ങളായ വളരെ പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സാണ് മൊത്തം ഡിമാൻഡ്, മൊത്തം ചെലവ്, മൊത്തം തൊഴിൽ എന്നിങ്ങനെ. ഇനി അടുത്തത് വലുത്, അതായത് ലാർജ് എന്നർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. വലുത് എന്നർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഇനി നമുക്ക് റാഗ്നർ ഫ്രിഷ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് പഠിക്കാം. അദ്ദേഹം ജനിച്ചത് 1895 മരണപ്പെട്ട വർഷം 1973. ഇദ്ദേഹം ഒരു നോർവീജിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. അതുപോലെ തന്നെ ജാൻ ടിൻ ബർജിനോടൊപ്പം 1969 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ആദ്യത്തെ നൊബേൽ പുരസ്കാരം പങ്കിട്ട വ്യക്തിയാണ്. പിന്നെ പറയാനുള്ളത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ റാഗ്നർ ഫ്രിഷിനെ കുറിച്ചുള്ള ഫാക്റ്റുകളാണ്. ഇദ്ദേഹം ജനിച്ച വർഷം 1895, മരണപ്പെട്ടത് 1973. ഇദ്ദേഹം ഒരു നോർവീജിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ ജാൻ ടിം ബെർജിനോടൊപ്പം 1969 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ആദ്യത്തെ നോബൽ പുരസ്കാരം പങ്കിട്ട വ്യക്തിയാണ്. പിന്നെ പറഞ്ഞ ഫാക്റ്റ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ഈ റാഗ്നർ ഫ്രിഷ്. അടുത്ത ഫാക്റ്റാണ്, സൂക്ഷ്മ സാമ്പത്തിക സിദ്ധാന്തം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വില സിദ്ധാന്തം, അതായത് പ്രൈസ് തിയറി. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക സിദ്ധാന്തം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വില സിദ്ധാന്തം അഥവാ പ്രൈസ് തിയറി. അടുത്തത് സ്ഥൂല സാമ്പത്തിക സിദ്ധാന്തം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വരുമാന സിദ്ധാന്തം, അതായത് ഇൻകം തിയറി. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെടുന്ന പേര് വില സിദ്ധാന്തം അഥവാ പ്രൈസ് തിയറി എന്നും, സ്ഥൂല സാമ്പത്തിക സിദ്ധാന്തം അറിയപ്പെടുന്നത് വരുമാന സിദ്ധാന്തം ഓർ ഇൻകം തിയറി എന്നുമാണ്. അടുത്തത് ഉൽപ്പാദകർ പരമാവധി ലാഭം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും വിപണിയിൽ ലഭ്യമായതിൽ ഏറ്റവും ഉയർന്ന വിലയിൽ വിൽക്കുകയും ചെയ്യുന്നു. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, നമ്മുടെ നോർമൽ എക്കണോമിനെ കുറിച്ചുള്ളൊരു ഫാക്റ്റാണ്. ഉൽപ്പാദകർ പരമാവധി ലാഭം ഉറപ്പുവരുത്താനായിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും വിപണിയിൽ ലഭ്യമായതിൽ ഏറ്റവും ഉയർന്ന വിലയിൽ വിൽക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ഇവർ ഒരേ സമയം സ്വന്തം ലാഭം പരമാവധീകരിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ സംതൃപ്തിയും ക്ഷേമവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവുമായി താദാത്മ്യം പ്രാപിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പദ്ഘടനയിലെ വ്യത്യസ്ത കമ്പോളങ്ങളിലെ പ്രചോദനവും പ്രധാനവും സന്തുലിതമാവുന്ന സാമാന്യ സന്തുലിതാഘട്ടത്തിൽ മാത്രമാണ് ഇവർ തമ്മിൽ താദാത്മ്യം പ്രാപിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പദ്ഘടനയിലെ വ്യത്യസ്ത കമ്പോളങ്ങളിലെ ചോദനവും പ്രധാനവും സന്തുലിതമാവുന്ന സാമാന്യ സന്തുലിതാവസ്ഥ ഘട്ടത്തിൽ മാത്രമാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലകളാണ് 6. ദേശീയ വരുമാനം നിർണ്ണയിക്കുന്ന രീതി, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, തൊഴിൽ നിയമങ്ങൾ, പണത്തിൻ്റെ ഡിമാൻഡും സപ്ലൈയും പണനയവും, അതായത് മോണിറ്ററി പോളിസി, പിന്നെ ധനനയം, അതായത് ഫിസ്ക്കൽ പോളിസി, പിന്നെ അന്താരാഷ്ട്ര വ്യാപാരം, അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ എന്നിങ്ങനെ. അപ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലകൾ ചോദിച്ചു കഴിഞ്ഞാൽ 6 ഉണ്ട്. ദേശീയ വരുമാനം നിർണ്ണയിക്കുന്ന രീതി, തൊഴിലില്ലായ്മ, തൊഴിൽ നിയമങ്ങൾ, പണത്തിൻ്റെ ഡിമാൻഡും സപ്ലൈയും പണനയവും, അതായത് മോണിറ്ററി പോളിസി, പിന്നെ ധനനയം, അതായത് ഫിസ്ക്കൽ പോളിസി, പിന്നെ അന്താരാഷ്ട്ര വ്യാപാരം, പിന്നെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ എന്നിങ്ങനെ. ഇനി അടുത്ത ഫാക്റ്റാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് 2 പ്രധാനമായ സവിശേഷതകളെക്കുറിച്ച്. ഒന്ന്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര തീരുമാനങ്ങൾ രൂപപ്പെടുന്നത്. അതിനുദാഹരണമാണ് ഇന്ത്യയിലാണെങ്കിൽ സർക്കാർ, ഭരണഘടനാ സ്ഥാപനങ്ങളായ RBI, SEBI, മറ്റു സമാന സ്ഥാപനങ്ങൾ. പിന്നെ പറയാനുള്ളൊരു സവിശേഷത ആണ് സ്ഥൂല സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ പൊതുലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സാമ്പത്തിക വിഭവങ്ങളുടെ കൂടുതൽ ഫലപ്രദമായ വിനിയോഗം സാധ്യമാക്കുക,
രാഷ്ട്രത്തിൻ്റെ പൊതുക്ഷേമം ലക്ഷ്യമിട്ടുള്ളവ എന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് 2 പ്രധാന സവിശേഷതയുണ്ട്. ഒന്ന്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നത്. 2, സ്ഥൂല സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നിങ്ങനെ. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഫാക്റ്റാണ് സാമ്പത്തിക കാര്യകർത്താക്കൾ, അതായത് എക്കണോമിക് ഏജൻസ്. സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ പ്രധാനമായും അറിയപ്പെടുന്ന പേരുകളാണ് സാമ്പത്തിക യൂണിറ്റുകൾ അഥവാ സാമ്പത്തിക കാര്യകർത്താക്കൾ. എന്താ പറഞ്ഞത്? സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ പ്രധാനമായും അറിയപ്പെടുന്നതാണ് സാമ്പത്തിക യൂണിറ്റുകൾ അഥവാ സാമ്പത്തിക കാര്യകർത്താക്കൾ എന്ന്. നെക്സ്റ്റ് ഫാക്റ്റ്, ഈ പറഞ്ഞ ഈ സാമ്പത്തിക യൂണിറ്റുകൾ അതായത് സാമ്പത്തിക കാര്യകർത്താക്കൾ ഉൽപ്പാദകരോ ഉപഭോക്താക്കളാകാം. അപ്പോൾ ഈ സാമ്പത്തിക യൂണിറ്റുകൾ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യകർത്താക്കൾ ഉൽപ്പാദകരോ ഉപഭോക്താക്കളോ ആകാം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, സർക്കാർ, കോർപ്പറേഷൻ, ബാങ്കുകൾ എന്നിങ്ങനെ എത്ര പണം ചെലവഴിക്കണം, വായ്പകൾക്ക് എത്ര പലിശ നിരക്ക് ചുമത്തണം, എത്ര നികുതി പിരിക്കണം തുടങ്ങിയ വ്യത്യസ്ത സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സ്ഥാപനങ്ങളും ഇതിൽപ്പെടുന്നു. അപ്പോൾ ഈ സർക്കാർ, കോർപ്പറേഷൻ, ബാങ്കുകൾ എന്നിങ്ങനെ എത്ര പണം ചെലവഴിക്കണം, വായ്പകൾക്ക് എത്ര പലിശ നിരക്ക് ചുമത്തണം, എത്ര നികുതി പിരിക്കണം തുടങ്ങിയ വ്യത്യസ്ത സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സ്ഥാപനങ്ങളും ഈ സാമ്പത്തിക കാര്യകർത്താക്കൾ അല്ലെങ്കിൽ എക്കണോമിക് ഏജൻറ്റ്സ് എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ഇനി പറയാൻ പോകുന്നൊരു ടോപ്പിക്ക് ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പറയാം. ഇദ്ദേഹം ജനിച്ചത് 1883 ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. കേംബ്രിഡ്ജിലെ കിങ്സ് കോളേജിലായിരുന്നു കെയ്ൻസിൻ്റെ പഠനം. പിന്നീട് ഇദ്ദേഹം അവിടുത്തെ ഡീൻ ആയി നിയമിതനായി. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളിൽ സജീവമായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ് എന്ന 1919 ഒരു പുസ്തകത്തിൽ യുദ്ധാനന്തര സമാധാന ഉടമ്പടിയുടെ പരാജയം ഇദ്ദേഹം മുന്നേ തന്നെ പ്രവചിച്ചിരുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന 1936 പുറത്തിറങ്ങിയ ഒരു ബുക്ക് ഇദ്ദേഹം രചിച്ചതാണ്. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും സ്വാധീനം സൃഷ്ടിച്ച ഒരു ഗ്രന്ഥങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് ശേഷമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രത്യേക മേഖലയായിട്ട് രൂപം കൊണ്ടത്. അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. 1936 ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ കുറിച്ചുള്ള ഫാക്റ്റ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇദ്ദേഹം ജനിച്ചത് 1883 ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളിൽ സജീവമായിരുന്നു ഇദ്ദേഹം. പിന്നെ പറഞ്ഞത് 1919 എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ് എന്ന പുസ്തകത്തിൽ യുദ്ധാനന്തര സമാധാന ഉടമ്പടിയുടെ പരാജയം അദ്ദേഹം ഓൾറെഡി പ്രവചിച്ചിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് 1936 ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം. അപ്പോൾ ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ എക്കണോമിക്സിനെ കുറിച്ചുള്ള ഫാക്റ്റുകൾ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഗുഡ് ബൈ.